ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലേക്ക് ഇത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത്. യുഎയിലെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം, ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സബ്സ്ക്രൈബർ അല്ല, കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാലറി. ആക്ച്വലി സാലറി ബേസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സാലറിനെ കുറിച്ച് ചെയ്തിട്ടില്ല. അല്ലാത്തതിലൊക്കെ ഞാൻ സാലറിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബർ ചോദിച്ചത് ഇവിടുത്തെ സാലറി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാന്നുള്ളതാണ്. നാട്ടിലെ എക്സ്പീരിയൻസും ഇവിടുത്തതും GCCയിലെ എക്സ്പീരിയൻസും വെച്ചിട്ട് എത്ര സാലറി കിട്ടും എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ലാണ്ട് സാലറി എത്ര ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ സാലറി റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആണ്. എവിടെയും ഈക്വൽ അല്ല. ഈക്വൽ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഇൻക്ലൂഡിങ് ഗവൺമെന്റിലാണെങ്കിൽ പോലും നമുക്ക് സാലറി ബേസിക് സാലറി വേറെ, അല്ലാണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സാലറി വേറെ, അവിടെ ഓൾറെഡി 10 വർഷം 5 വർഷം 3 വർഷം ഉള്ളവർക്ക് സാലറി വേറെ, അങ്ങനെ പല പല കാറ്റഗറിയിലായിട്ടാണ് സാലറി ഇത് തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഒരു നോർമൽ സാലറി റേഞ്ച് പറയാം. ഒരു രജിസ്റ്റേർഡ് നേഴ്സിന് സാധാരണ ഒരു ക്ലിനിക് ആവട്ടെ, ഒരു ഹോം കെയർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആവട്ടെ, എബോവ് 5,000 AD സാലറി എല്ലായിടത്തും തന്നെ ഉണ്ട് ഒരു രജിസ്റ്റേർഡ് നേഴ്സ്. അപ്പോൾ 5,000 എബോ എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഒരു 1,00,000 മുകളിലായിട്ട് സാലറി ഉണ്ട് രജിസ്റ്റേർഡ് നേഴ്സിന്, ഫ്രഷ് ആയിട്ട് വന്ന് എവിടെയെങ്കിലും കയറുന്നവർക്ക്. മിനിമം ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. 4,500 തൊട്ടിട്ട് 5,000 വരെ എല്ലായിടത്തും സ്റ്റാർട്ടിങ് കിട്ടുന്നുണ്ട് ഒരു ഫ്രഷേഴ്സിന്. പിന്നെ നമുക്ക് GCCയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് സാലറി ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഹോം കെയറിൽ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഹോം കെയറിൽ നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് ഹോം കെയറിൽ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ GCCയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലറി റേഞ്ച് ഡിഫറെന്റ് ആണ്. ഹോം കെയറിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് 5 മുതൽ ഇപ്പൊ സ്റ്റാർട്ടിങ് ചിലപ്പോൾ 7 ഒക്കെ കൊടുക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഹോം കെയറിൽ 2-3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് 10, 12 ആ റേഞ്ചിൽ വരെ സാലറി കൊടുക്കുന്നുണ്ട്. മാക്സിമം ഒരു 12 വരെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിലും കൂടുതലായിട്ട് ആർക്കും കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഹോം ഹെൽത്ത് കെയറിൽ. അപ്പോ നിങ്ങൾക്ക് അത് പ്രീവിയസ് ഒരു 3-4 വർഷം ഹോം കെയറിൽ എക്സ്പീരിയൻസ് ഉള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞത് ഒരു 10. പിന്നെ ചിലവര് ഇപ്പോ മൾട്ടിപ്പിൾ ആയിട്ട് IV കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ 12 വരെ കൊടുക്കുന്നുണ്ട് ഹോം കെയറിൽ കേട്ടോ. പിന്നെ ഫ്രഷേഴ്സിന് 5 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 5, 6, 7 അങ്ങനെയൊക്കെ. പിന്നെ ഒരു വർഷം കഴിഞ്ഞാൽ അവർ ഇൻക്രിമെന്റ് കൊടുക്കുന്നുണ്ട് ഹോം കെയറിൽ. ക്ലിനിക്കിലാണെങ്കിലും ഇത് സെയിം തന്നെയാണ്. ഫ്രഷർ ആണെങ്കിൽ സ്റ്റാർട്ടിങ് ഒരു 4,500 ടു 5,000 ഈ റേഞ്ചിലാണ് സാലറി കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആ ക്ലിനിക്കിലെ എക്സ്പീരിയൻസ് ഇപ്പോൾ 1-2 ഇയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 500 ദറംസ് വെച്ച് ഇൻക്രിമെന്റ് കൊടുക്കുന്നുണ്ട്. നാട്ടിലെ ഒരു 1,00,000 5,000 ദറംസ് എന്ന് പറയുമ്പോൾ നാട്ടിൽ 1,00,000 സംതിങ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡിഫറെന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ ഹോസ്പിറ്റലുകളിലും ഡിഫറെന്റ് ആണ്. എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരും സെയിം സാലറി അല്ല കൊടുക്കുന്നത്. പിന്നെ എല്ലാ പ്രൈവറ്റ് ക്ലിനിക്കുകളും സെയിം സാലറി അല്ല കൊടുക്കുന്നത്. അതുകൊണ്ട് സാലറി റേഞ്ച് തുടങ്ങുന്ന ഒരു 5 ടു അപ് ടു ഒരു 12 വരെയുള്ള റേഞ്ചിലാണ് സാലറി കൊടുക്കുന്നത് പ്രൈവറ്റ് സെക്ടറിലെല്ലാം. ദറംസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റിലാണെങ്കിൽ നമ്മളിപ്പോ വൺസ് ഇപ്പോൾ GCC ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവരെ മോസ്റ്റ് ആയിട്ട് എടുക്കുന്നുള്ളൂ. ഫ്രഷേഴ്സിന് അങ്ങനെ ആയിട്ട് എടുക്കുന്നില്ല ഗവൺമെന്റിൽ. ഇപ്പോഴത്തെ ഒരു ഇതിൽ വെച്ചിട്ട് പണ്ട് എടുത്തിട്ടുണ്ടാവുമായിരിക്കും, റെക്കമെൻഡേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുമായിരിക്കും. അല്ലാണ്ട് ഈ ഫ്രഷേഴ്സിനെ അധികം എടുക്കുന്നില്ല. എക്സ്പീരിയൻസ് UAയിലെ എക്സ്പീരിയൻസ് നോക്കിയിട്ടാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ അതർ GCCയിലെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാഫിനെ എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് സ്റ്റാർട്ടിങ് ഗവൺമെന്റിൽ കൊടുക്കുന്നത് 8,000 ദറംസ് ആണ് ഇപ്പൊ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് നമുക്ക് 2-3 വർഷമൊക്കെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കാറ്റഗറി മാറും. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 അങ്ങനെ. അതായത് SSN, SN2, SN3, SN3 അങ്ങനെ പോയിട്ടുള്ളതിനനുസരിച്ചിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ പൊസിഷൻ മീൻസ് കാറ്റഗറി ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവർ സാലറി ഇൻക്രിമെന്റ് ചെയ്യുന്നുണ്ട്. അതും ഓരോ DHAയുടെ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള സാലറിയാണ്. ആരും തന്നെ ഒരേപോലത്തെ സാലറി വാങ്ങുന്നില്ല. പക്ഷെ സ്റ്റാർട്ടിങ് ഒരു 8,000 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, GNMസിനാണെങ്കിൽ 6,000 ദറംസ് ആണ് കൊടുക്കുന്നത്. അതിലും സെയിം തന്നെയായിട്ട് വരുന്നില്ല. ഓരോ DHAയുടെ അണ്ടറിലുള്ളവർക്കും വ്യത്യസ്തമായിട്ടുള്ള സാലറിയാണ്. ചില സ്ഥലത്ത് 6,000 ദറംസ് കൊടുക്കുന്നുണ്ട് GNMs കഴിഞ്ഞവരനെ അസിസ്റ്റന്റ് നേഴ്സിന്. ചില സ്ഥലത്ത് 5,700 കൊടുക്കുന്നുണ്ട്. ചില സ്ഥലത്ത് 5,500 കൊടുക്കുന്നുണ്ട്. ചില സ്ഥലത്ത്
സ്ഥലത്ത് 4500 കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റാർട്ടിങ് 4500 തൊട്ടിട്ട് 6000 വരെയാണ് GNMസിന്റെ മാക്സിമം പറയുന്നത്. അവർക്ക് അതൊരു ഫിക്സ്ഡ് തന്നെയാണ്. അതിന്ന് പിന്നെ മുകളിലേക്കൊന്നും മാറില്ല. എത്ര കാലം വർക്ക് ചെയ്യുന്നോ അത്രയും കാലം ആ ഒരു സാലറി തന്നെയാണ് GNMസിന്. ഇനിയിപ്പോ അവർ പോസ്റ്റ് BSc ഒക്കെ പഠിച്ച് DHA ഒക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഇപ്പൊ അംഗീകരിക്കുന്നില്ല. അല്ലാണ്ട് ഇപ്പൊ അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഇവിടെ തന്നെ പഠിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാലറി ഇൻക്രിമെന്റ് സെയിം രജിസ്റ്റേർഡ് നേഴ്സിന്റെ പോലെ തന്നെയുള്ള സാലറി കിട്ടുന്നുണ്ട്. പക്ഷെ GNMസിന് മാക്സിമം 4500 തൊട്ടിട്ട് 6000 വരെയുള്ള സാലറി റേഞ്ചിനുള്ളിലാണ് കിട്ടുന്നത്. അത് ഈച്ച് സ്ഥലത്തും ഡിഫറെന്റ് ആണ്. പക്ഷെ പ്രൈവറ്റിൽ GNMസിന് അത്ര തന്നെ കിട്ടുന്നില്ല. 3000 to 4000, 4500 വരെയൊക്കെ, മാക്സിമം 5000. ഇവിടെ എക്സ്പീരിയൻസ്, പ്രീവിയസ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം 5000 വരെയുള്ള സാലറി GNMസിന് കിട്ടുന്നുള്ളൂ. മാക്സിമം ആണ് കേട്ടോ അത് പറയുന്നത് 5000. ഇപ്പൊ ആരും തന്നെ GNMസിന് അസിസ്റ്റന്റ് നേഴ്സ് എന്നുള്ള സംഭവം തന്നെയാണുള്ളത്. അതുകൊണ്ട് ആരും തന്നെ കൂട്ടി കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ആദ്യമായിട്ടൊക്കെയാണ് വരുന്നെങ്കിൽ 3000, 3500 ആ റേഞ്ചിലുള്ള സാലറി കിട്ടുള്ളൂ. ക്ലിനിക്ക്, ഹോസ്പിറ്റല്, പ്രൈവറ്റ് സെക്ടറുടെ കാര്യം ഞാൻ പറയുന്നത്. പ്രൈവറ്റിൽ എല്ലായിടത്തും ഈ ഒരു റേഞ്ചിലാണ് കൊടുക്കുന്നത്. ഗവൺമെന്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ 4500 to 6000 ആ റേഞ്ചില്. പ്രൈവറ്റിലാണെങ്കിൽ 3000 തൊട്ടിട്ട് 4500 വരെയൊക്കെ കൊടുക്കുന്നുള്ളൂ. 5000 ഒക്കെ ഇവിടെ ഒരു 4-5 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ 5000 കൊടുക്കുന്നുള്ളൂ. അത് ഡിപ്പെൻഡ് ഓൺ നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഇപ്പൊ നിങ്ങൾക്ക് സെയിം ക്ലിനിക്കിൽ പോവുകയാണ്, നിങ്ങൾക്ക് സെയിം സ്ഥലത്ത് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഡെന്റലിൽ നിങ്ങൾക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. അല്ല നിങ്ങൾക്ക് നിങ്ങൾ അവിടെ ഡെന്റലിലല്ല ഹോം കെയറിലാണ് എക്സ്പീരിയൻസ് എന്നിട്ട് നിങ്ങൾ ക്ലിനിക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് 3500, 4000 ആ റേഞ്ചിലുള്ള സാലറി കിട്ടുള്ളൂ കേട്ടോ. ഇതാണ് മാക്സിമം. അതിലും കൂടുതൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ആർക്കും കിട്ടിയതായിട്ട് കേട്ടോ. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം. അതൊരു പുതിയ മീൻസ് ഇൻഫർമേഷൻ ആയിരിക്കും. അങ്ങനെയും കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളതിൽ കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം കെയറിലെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഹോം കെയറിൽ ഇതുപോലെ തന്നെ മാക്സിമം അപ് ടു 12 വരെയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഹോം കെയർ എക്സ്പീരിയൻസും ഡിപ്പെൻഡ് ഓൺ നിങ്ങളുടെ ഹോം കെയറിൽ എത്ര വെല്ലായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂ പെർഫോമൻസ് അനുസരിച്ചിട്ടും നിങ്ങളുടെ പ്രീവിയസ് ഹോം കെയർ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടും ആയിരിക്കും ഹോം കെയറിലും കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല IV കാര്യങ്ങളൊക്കെ അതിനും എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല എഫിഷ്യന്റ് ആണെങ്കിൽ അതിനും അനുസരിച്ച് സാലറി കിട്ടുന്നുണ്ട്. പക്ഷെ ഹോം കെയറിലാണെങ്കിലും 6 അപ് ടു 12 വരെയുള്ള ഒരു സാലറി റേഞ്ച് കിട്ടുന്നുള്ളൂ. സ്റ്റാർട്ടിങ് 5000 തൊട്ടിട്ട് കേട്ടോ. പക്ഷെ ഫ്രഷേഴ്സിന് സ്റ്റാർട്ടിങ് 5000, എല്ലായിടത്തും 5000. GNMസിന് ഒരു 3500 to 4000 ആ റേഞ്ചിലുള്ള സാലറി കിട്ടുന്നുള്ളൂ. പിന്നെ വൺസ് ഇപ്പോ നമുക്ക് അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഗവൺമെന്റിലൊക്കെ DHAയിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ അവിടെ നിന്ന് എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞ ഒരു 3-4 വർഷം ആകുമ്പോൾ നമുക്ക് ഇൻക്രിമെന്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റിക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഇതുണ്ടെങ്കിൽ, എഫിഷ്യന്റ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ട്രക്കിയോസ്റ്റമി അതെടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ട്രക്കിയോസ്റ്റമി നേഴ്സ് ആവണം, അത് നിങ്ങൾക്ക് ട്രക്കിയോസ്റ്റമിന്റെ കാര്യങ്ങളും എല്ലാം അറിഞ്ഞ് നിങ്ങൾ അതിന്റെ കോഴ്സ് എടുത്ത് അതിനെ കുറിച്ചൊരു ഇതെടുത്ത് നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു കഴിവ്, അതായത് നിങ്ങളുടെ നേഴ്സിംഗിൽ ഇനി ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു കഴിവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ കാറ്റഗറി ഇൻക്രീസ് ചെയ്തിട്ട് എന്താക്കും, സാലറി ഇൻക്രിമെന്റും ഉണ്ടാവും. അതുപോലെ തന്നെ TPN നേഴ്സ്, പിന്നെ റെസ്പിറേറ്ററി നേഴ്സ്, അങ്ങനെ ഓരോ കാറ്റഗറി ഉണ്ട്. പക്ഷെ നിങ്ങൾ അതിലെല്ലാം സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് അതിൽ വെല്ലായിട്ട് നന്നായിട്ട് അറിയാണ്. അപ്പൊ അവർ ഇന്റർവ്യൂ കണ്ടിട്ട് ഇന്റർവ്യൂ വെൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എക്സ്ട്രാ ആയിട്ട് സാലറി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ പ്രൈവറ്റിലും ഇവിടെയും DHAയിലൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ഓവർ ടൈം കിട്ടുന്നുണ്ട്. നമ്മളിപ്പോ 12 hours ഡ്യൂട്ടിയാണ്. അപ്പൊ 12 hours കൂടുതൽ ഡ്യൂട്ടി എടുക്കുവാണെങ്കിൽ നമുക്ക് ഓവർ ടൈം കിട്ടും. പെർ വീക്കിൽ നമുക്ക് 48 hours ആണ് എല്ലായിടത്തും വരുന്നത്. എല്ലായിടത്തും ദുബായ് UAയിലുള്ള എല്ലായിടത്തും തന്നെ പെർ വീക്കിൽ 48 hours ആണ് നഴ്സസിന്റെ ഡ്യൂട്ടി അവേഴ്സ് വരുന്നത്. അതിലും കൂടുതലായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നെങ്കിൽ നമുക്ക് ഓവർ ടൈം തരണം എന്നാണ്, അല്ലെങ്കിൽ ഓഫ് തരണം എന്നാണ്. അപ്പൊ ഈ DHAയിലൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ടൈം നമ്മൾ എടുക്കുമ്പോൾ ഇപ്പൊ പെർ 48 hours അല്ലാണ്ട് എക്സ്ട്രാ നിങ്ങൾ എടുക്കുകയാണ്. ഇപ്പൊ 5 ദിവസമൊക്കെ നിങ്ങൾ ഡ്യൂട്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ദിവസത്തെ എന്ത് ചെയ്യുന്നു, ഓവർ ടൈം ആയി തരുന്നു. ആദ്യം അങ്ങനെ ഓവർ ടൈം ആയിട്ട് തരില്ല, നിങ്ങൾക്ക് അതിന് പകരം ഓഫ് ആയിട്ട് അവർ കൺവേർട്ട് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ചിലയിടത്ത് ഓവർ ടൈം അലവൻസും കൊടുക്കുന്നുണ്ട് കേട്ടോ DHAയില്. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സാലറി ഇൻക്രിമെന്റ് വരുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ എക്സ്ട്രാ ഒരു ഇൻകം ആണ് ഓവർ ടൈമിന്റെ ഉള്ളത് എന്നുള്ളത് കേട്ടോ. പിന്നെ GNMസിന് അവര് എന്ത് ചെയ്യുന്നുണ്ട്, GNMസിനും ഓവർ ടൈം ക്യാഷ് കിട്ടുന്നുണ്ട്. 6000 അല്ലെങ്കിൽ 5700 അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ ആയിട്ട് ഓവർ ടൈം ചെയ്യുന്നതിന് നമുക്ക് എക്സ്ട്രാ ഇൻകം കിട്ടുന്നുണ്ട്. അപ്പൊ ഇതാണ് UAയിൽ ഒരു മൊത്തത്തിലൊരു സാലറി റേഞ്ച് വരുന്നത്. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞല്ലോ ഡിപ്പെൻഡ് ഓൺ ദ എക്സ്പീരിയൻസും കാര്യങ്ങളും. ഇപ്പൊ ICUലാണെങ്കിൽ സ്പെഷ്യാലിറ്റി ഏരിയകളിലൊക്കെ കുറച്ചും കൂടി കൂടുതലാണ്. പിന്നെ അറബിക്ക് സംസാരിക്കുന്നവർക്ക് എക്സ്ട്രാ ഇൻകം എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അറബി അറിയുന്നവർക്ക് എക്സ്ട്രാ ആയിട്ട് ഇപ്പൊ സാലറിയുടെ കൂടെ തന്നെ എക്സ്ട്രാ ആയിട്ട് അറബി അറിയുന്നത് കൊണ്ട് അതിനും ഹോസ്പിറ്റൽ DHAയിലൊക്കെ എക്സ്ട്രാ
കൊടുക്കുന്നുണ്ട് 2000 ദറംസ് ഒക്കെ വെച്ചിട്ട് കേട്ടോ. കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല, പക്ഷെ മാക്സിമം 2000 വെച്ചിട്ട് സാലറിയുടെ കൂടെ അവർ 2000 അതും കൂടെ ആഡ് ചെയ്തിട്ട് അറബിക് ലാംഗ്വേജ് അറിയുന്നതുകൊണ്ട് അതും ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അല്ലാണ്ട് ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ട്രെയിനിങ്, അതായത് 6 മന്ത് പ്രൊബേഷൻ കഴിഞ്ഞിട്ട് അവര് ഇൻക്രിമെന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ റേഞ്ച് എന്ന് പറയുന്നത് അസിസ്റ്റന്റിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ 3000 തുടങ്ങിയിട്ട് 6000 വരെയും, RN-ന് 5000 തൊട്ടിട്ട് അപ് ടു 12000 വരെയും. പക്ഷെ എക്സ്പീരിയൻസ് ഓരോ സ്ഥലത്ത് കൂടുന്നതിനനുസരിച്ച് അവർ ഇൻക്രിമെന്റും കാര്യങ്ങളൊക്കെ കൂട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പെഷ്യാലിറ്റി ഏരിയകൾ, അതായത് എമർജൻസി, ICU, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ, OT, ഇവിടെ എല്ലാം സാലറി റേഞ്ച് ഡിഫറെന്റ് ആണ്. അത് എല്ലാ പ്രൈവറ്റ് സെക്ടറിലും ഇവിടെയും DHAയിലും ഡിഫറെന്റ് ആണ് കേട്ടോ. അത് അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് സാലറി വ്യത്യാസമുണ്ട്. അത് എബോവ് 15-16 ആ റേഞ്ചിലൊക്കെ അവർക്ക് ഓവർ ടൈമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനനുസരിച്ചിട്ടൊക്കെ നല്ല സാലറികൾ കിട്ടുന്നുണ്ട്. അപ് ടു 20-25 ഒക്കെ മേടിക്കുന്നവരുണ്ട് ദറംസ് കേട്ടോ. പ്രൈവറ്റിലല്ല, DHAയില്. പ്രൈവറ്റിലും എനിക്ക് തോന്നുന്നു അപ് ടു 15 ആ റേഞ്ചിലൊക്കെ മേടിക്കുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് RN-ന് കേട്ടോ. പക്ഷെ GNMസിന് സെയിം സാലറിയാണ്, അതിലൊരു മാറ്റവും ഇല്ല. ഈ ഒരു സാലറി തന്നെയായിരിക്കും, നമ്മൾ എത്ര വർഷം വർക്ക് ചെയ്താലും ഈ ഒരു സാലറി തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ പ്രൈവറ്റ് ക്ലിനിക്കിലൊക്കെ അവര് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസ് കൂടുന്നു. ഇപ്പോൾ എന്താ പറയാ, ആസെറ്റിക്, അതുപോലെ തന്നെ ഡെർമ, പിന്നെ ലേസർ ടെക്നീഷ്യൻ, ലേസർ നേഴ്സ്, അങ്ങനെയുള്ളവർക്കൊക്കെ GNMസിനാണെങ്കിലും അതൊക്കെ ഒരു സെപ്പറേറ്റ് ഒരു ഇതല്ലേ. അതിന് നമ്മൾ കോഴ്സ് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിന്റെ DH എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് എക്സ്ട്രാ സാലറി ഒരു 10,000 ദറംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് വിത്ത് എക്സ്പീരിയൻസിൽ കേട്ടോ. അപ്പൊ ഇത്രയുള്ള സാലറി റേഞ്ചിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. ഇത് ഒന്നും പെർമനന്റ് അല്ല, ഈച്ച് സ്ഥലത്ത് ഡിഫറെന്റ് ആണ്, ഒരു സ്ഥലത്തും ഫിക്സ്ഡ് ആയിട്ടില്ല. പക്ഷെ സാലറി റേഞ്ചുകൾ വരുന്നത് ഈ ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഓരോരുത്തരുടെ എക്സ്പീരിയൻസും അവരുടെ ഇന്റർവ്യൂ പെർഫോമൻസും ഇവിടുത്തെ എക്സ്പീരിയൻസും നാട്ടിലെ എക്സ്പീരിയൻസ് എല്ലാം ബേസ് ചെയ്തിട്ടാണ് സാലറി വരുന്നത്. ഒരാൾക്കും ഫിക്സ്ഡ് ആയിട്ട് ഒരേ സാലറി അല്ല എല്ലായിടത്തും കൊടുക്കുന്നത്, എല്ലായിടത്തും ഡിഫറെന്റ് സാലറികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാലറിയെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് മെസ്സേജ് അയക്കണം. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ ആണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇതുപോലത്തെ വീഡിയോസുകളായിട്ട് ഞാൻ അടുത്ത് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. Bye.